ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിന്റെസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് ചിങ്ങ ഒന്നാണല്ലേ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് ഓണത്തിൻ്റെയൊക്കെ സീസണാണ്, ഓണത്തിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മൾ കൂടുതലും മധുരങ്ങൾ ഇഷ്ടപ്പെടുകയും മധുരങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ചിങ്ങ ഒന്നായാലും നമുക്കൊരു മധുര റെസിപ്പിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ കേസരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ അവൽ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് നമ്മൾ വീഡിയോസിലൊക്കെ അവലിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കയറി കണ്ടോണ്ടേ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതും. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് വെള്ള അവലാണ് കേട്ടോ. നല്ല കട്ടിയുള്ള വെള്ളാവൽ കണ്ടോ, നല്ല കട്ടിയുള്ള വെള്ളാവലാണ് കേട്ടോ ഇതിലേക്കും ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ കേസരി ചെയ്യാമേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അവൽ കേസരി നമുക്ക് തയ്യാറാക്കാനായി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മെഷറിംഗ് കപ്പിൽ കറക്റ്റ് 1 കപ്പ് വെള്ള അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. തയ്യാറാക്കാനായി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. കുറച്ച് കിസ്മിസ് ഇട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അവൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാമേ. ഒരു നല്ല മണം വരും. ആ സമയം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അവലൊക്കെ നല്ലോണം ഒരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കത് വറുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലോണം അതൊന്ന് ക്രിസ്പി ആയിട്ട് ഇടുമ്പോൾ തന്നെ അത് സൗണ്ട് കേൾക്കില്ല. അപ്പം അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഇത് വേറൊരു ബൗളിലോട്ട് മാറ്റാൻ കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാമേ. അപ്പോൾ അവൽ ഞാൻ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേ സെയിം പാൻ വെച്ച് തന്നെ അതിലേക്ക് നമുക്കിനി നമ്മൾ അവലെടുത്ത അതേ സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ നമുക്ക് മൊത്തം ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അതിൽ നമുക്ക് ഏകദേശം 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലും നമുക്ക് ഇതിലോടൊപ്പം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവലെടുത്ത സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ നമ്മൾ 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോർമൽ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അതേ സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ കറക്റ്റ് 1 കപ്പ് പാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് തിളയ്ക്കണം. ഇനി നമുക്ക് ഈ സമയം നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതായതുകൊണ്ടും നമുക്ക് ഫുഡ് കളറിനേക്കാളും ഏറ്റവും സേഫ്റ്റി എപ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു നിറം കിട്ടാൻ വേണ്ടി മാത്രം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നുകിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ഓക്കെ ആണെങ്കിൽ അത് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇതല്ലെങ്കിൽ കുറച്ച് പാലിൽ കുറച്ച് കുങ്കുമപ്പൂ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താലും മതിയേ. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പാല് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കേട്ടത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവരെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാമേ. അപ്പോൾ അതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് വരാം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു റവ ഉണ്ടല്ലോ, ആ റവയുടെ പരുവത്തിൽ വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റവ ഉണ്ടല്ലോ, റവപ്പൊടി, ആ പൊടിയുടെ പരുവത്തിൽ നമ്മൾ ഈ അവലും പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ നെയ്യിൽ തന്നെ വറുത്തതുകൊണ്ട് നല്ല മണമുണ്ട് കേട്ടോ പൊടിക്കുമ്പോൾ തന്നെ. അപ്പം റവയുടെ പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാല് തിളച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാമേ. അപ്പോൾ അത് പാല് നല്ലോണം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് ഇട്ടുകൊണ്ട് തീ മീഡിയം ഫ്ലെയിമിലിട്ടോണേ. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കാം കേട്ടോ. തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടൊന്നുമില്ല, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലാക്കിക്കുക. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാമേ. എന്നിട്ട് നമുക്കിനി ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ വെള്ളമെല്ലാം വറ്റി, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ അവലെടുത്ത സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതാകുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ. പഞ്ചസാര എല്ലാം നല്ലോണം ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് കട്ടിയാവട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുത്തോളൂ കേട്ടോ. 1 കപ്പ് അവലിന് കറക്റ്റ് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. അത് കറക്റ്റ് മധുരമായിരിക്കും. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പഞ്ചസാര ഇട്ട് ഞാൻ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കേസരിക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയും കറക്റ്റ് ടേസ്റ്റും ഒക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ അവൽ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പാനിൽ നിന്നൊക്കെ ഇങ്ങനെ ഇട്ട് വരുന്നൊരു പരിപാടി ഉണങ്ങിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂനട്ടും അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അതിഥിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അവർക്കൊരു മധുരം തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. അതിന് പറ്റിയൊരു റെസിപ്പിയാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കൂടാതെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പീസും ലഞ്ച് ബോക്സ് റെസിപ്പീസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ അവൽ കേസരിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ പറഞ്ഞ അതേ അളവിൽ തന്നെ നിങ്ങൾ ചെയ്തോളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അവൽ കേസരി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഉറപ്പായിട്ടും നിങ്ങളുടെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ഇതുണ്ടാക്കാനായിട്ട് മറക്കരുത്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ കേട്ടോ. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. എടുത്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ. കറക്റ്റ് മധുരമാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കൂ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.